ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും കുറച്ച് വൈറ്റ് സിമെൻറ്റും പഴയ തുണികളും കൊണ്ട് ഒരു അടിപൊളി ഷോ പീസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അപ്പം ഫ്ലമിംഗോ മോഡലിലുള്ള ഒരു അടിപൊളി ഷോ പീസാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഒരു തെർമോക്കോളിൻ്റെ പീസാണ്. അപ്പം തെർമോക്കോളിൻ്റെ പീസ് അല്ലെങ്കിൽ മോൾഡ് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റെന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തെർമോക്കോളിൻ്റെ പീസാണ് എടുക്കുന്നത്. അതിനകത്ത് നമുക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലമിംഗോ കൊക്കിൻ്റെ ചെറിയൊരു രൂപത്തിൽ നമുക്കതിനെ കറക്റ്റ് വശങ്ങളിലോട്ട് എല്ലാം കറക്റ്റ് ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ ചെത്തിയെടുക്കാം. അപ്പോൾ ഏകദേശം ചെത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത തെർമോക്കോൾ പീസിൻ്റെ അടി സൈഡ് എന്ന് പറഞ്ഞാൽ ഹോളാണ്. അപ്പോൾ ഹോളില്ലാത്തത് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് ഒരു പഴയ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മുകൾ ഭാഗം. അതിന് ഒരു സൈഡ് ശകലമൊന്ന് ചെത്തി മാറ്റിയിട്ട് നമുക്ക് ആ ബോട്ടിലിനകത്തോട്ട് തെർമോക്കോൾ ഇറക്കി വയ്ക്കാം. എന്നിട്ട് ആ ഹോൾ വന്ന സ്ഥലത്ത് മറ്റൊരു തെർമോക്കോളിൻ്റെ പീസും കൂടെ ഞാൻ ചെത്തി അകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴുത്തിൻ്റെ ഭാഗം വയ്ക്കാൻ വേണ്ടി കനം കുറഞ്ഞ കമ്പി നല്ലവണ്ണം കഴുത്തിൻ്റെ ഷേപ്പ് നമുക്ക് ഏത് രീതിയിൽ വേണോ ആ ഒരു രീതിയിൽ വളച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമെൻറ്റും പഴയ കോട്ടൺ തുണികളുമാണ്. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തുള്ള കമ്പി അകത്തോട്ട് കയറ്റി നല്ലവണ്ണം ഉറപ്പിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. തുണി വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അത് ആടിപ്പോവാതെ നല്ല ടൈറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് വൈറ്റ് സിമെൻറ്റ് വെള്ളം കൂടെ മിക്സ് ചെയ്യുക. ആ കോട്ടൺ തുണി വൈറ്റ് സിമെൻറ്റിൽ നല്ലവണ്ണം മുക്കിയിട്ട് നമുക്ക് ആ മോൾഡിൻ്റെ പുറത്ത് എല്ലാ സൈഡിലും നല്ലവണ്ണം ചുറ്റിക്കെട്ടാം. അപ്പോൾ ഏകദേശം തുണി എല്ലാ സൈഡും കഴുത്ത് ഭാഗത്തും എല്ലാ സൈഡിലും ചുറ്റിക്കെട്ടിട്ടുണ്ട്. ഇനി ആ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ആ കമ്പി ഫിറ്റ് ചെയ്തേക്കുന്ന അവിടെ നല്ലവണ്ണം വൈറ്റ് സിമെൻറ്റ് കട്ടിക്ക് ഒരുപാട് കോരി ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം പെട്ടെന്ന് ചിലപ്പോൾ നമ്മളെ കൈ എല്ലാം കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം 24 മണിക്കൂർ നല്ലവണ്ണം അത് ഒന്ന് വയ്ക്കുക. നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് വൈറ്റ് സിമെൻറ്റ് വെള്ളവും കൂടെ നല്ല കട്ടിക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് കൈവണ്ടി തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോൾഡിൻ്റെ പുറത്ത് നല്ലവണ്ണം കോരി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കയ്യിൽ ഗ്ലൗസോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം കോരി ഒട്ടിക്കാൻ. അപ്പോൾ ഗ്ലൗസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തേച്ച് എടുക്കാൻ പറ്റും. നല്ല ഒരു ഫിനിഷ് ചെയ്ത് തന്നെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഉണങ്ങുന്നതിനനുസരിച്ച് നമുക്ക് വേണ്ടൊരു കട്ടിക്ക് നമ്മൾ പേപ്പർ ഇടപ്പോൾ അകത്ത് നമ്മൾ ചുറ്റിയിരിക്കുന്ന തുണി വെളിയിൽ കാണില്ല. ആ ഒരു രീതിക്ക് കനം കൂട്ടി തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ സൈഡ് വരുന്ന ഭാഗത്തൊക്കെ നല്ല പൊക്കത്തിൽ തന്നെ വൈറ്റ് സിമെൻറ്റ് കോരി ഒട്ടിക്കുക. അപ്പം ഒരു ലെയർ നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് വിചാരിക്കുന്ന കനം കിട്ടത്തില്ല. അപ്പം അതൊന്ന് വെയിറ്റ് ചെയ്ത് ഉണങ്ങിയിട്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിയുമ്പോൾ ഉണങ്ങും. അപ്പോൾ അതിനനുസരിച്ച് കുറേശ്ശെ ഒട്ടിച്ചെടുത്താലും മതിയാകും. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ കഴുത്ത് ഭാഗത്തൊക്കെ വൈറ്റ് സിമെൻറ്റ് ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പം വെള്ളം ഒരു കാരണവശാലും ഒരുപാട് കൂടിപ്പോകല്. നമ്മൾ കൈകൊണ്ട് ഒരു ക്ലേയുടെ പരുവത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം കോരി ഒട്ടിക്കാൻ. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ചെറുതായിട്ട് കുറേശ്ശെ ഒരു 1-2 ലെയർ ഒട്ടിക്കാൻ നേരത്ത് ഏകദേശമുള്ള കനം കിട്ടും. ഇപ്പോൾ 1 ലെയർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ആ തലയുടെ ഭാഗം വരുന്ന ആ സൈഡ് നമ്മൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കറക്റ്റ് ഒരു ബോളിൻ്റെ ആകൃതിയിൽ തന്നെ നല്ല കട്ടി കൂട്ടി തന്നെ അവിടെ വന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് താഴോട്ടുള്ള ചുണ്ടിൻ്റെ ഭാഗത്തും കൂടെ ചുണ്ടിൻ്റെ ഒരു ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ താഴോട്ടും കൂടെ ഇറക്കി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഉണങ്ങുന്നതിനനുസരിച്ച് കുറേശ്ശെ ഒട്ടിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. ആദ്യത്തെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇരിക്കില്ല. ഞാൻ തന്നെ ഇത് തന്നെ ഏകദേശം ഒരു 2 ലെയർ ഒട്ടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ചെറിയ കത്തിയോ കരണ്ടിയോ ഉപയോഗിച്ച് അതിനെ തേച്ച് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് വലിയ തടുപ്പൊന്നും വരാത്ത രീതിയിൽ. ഇപ്പോൾ ഒരുപാട് തടുപ്പൊന്നുമില്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം പേപ്പർ ഇടാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാ സൈഡും നല്ലോണം ഒതുക്കി ആ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ഒരു കട്ടിയൊക്കെ കൂട്ടി നമുക്ക് വേണ്ട ഒരു ഷേപ്പിൽ ഒട്ടിച്ചെടുത്തിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പേപ്പർ ഇടാൻ.
ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 80-ൻ്റെ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പേപ്പർ ഇട്ടെടുക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം വലിയ തടുപ്പ് കാണുന്ന എല്ലാ സൈഡും 80-ൻ്റെ പേപ്പർ ഉപയോഗിച്ച് തന്നെ നല്ലോണം ചെയ്തെടുക്കുക. ഇപ്പോൾ പേപ്പർ ഉപയോഗിച്ച് തന്നെ ആ ചുണ്ടിൻ്റെ ഭാഗമൊക്കെ നല്ല കനം കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. തലയുടെ ഭാഗമൊക്കെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫെവിക്കോളാണ്. അപ്പോൾ ഫെവിക്കോള് നമുക്കിനി അതിൻ്റെ ചിറകുകൾ കൊടുക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വാൾപുട്ടിയാണ്. അപ്പോൾ വാൾപുട്ടി വെള്ളം കുറച്ച് മിക്സ് ചെയ്ത് ക്ലേയുടെ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഫെവിക്കോൾ ആദ്യം ചിറക് കൊടുക്കേണ്ട സ്ഥലത്ത് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ചിറകിൻ്റെ ആകൃതിയിൽ നമുക്ക് ആ പുട്ടി അവിടെ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കാം. എടുത്തിട്ട് ചെറിയ കരണ്ടി ഉപയോഗിച്ചോ ബ്ലേഡ് ഉപയോഗിച്ചോ നമുക്ക് ആ ചിറകിൻ്റെ ആകൃതിയിൽ തന്നെ നമുക്കതിനെ വെട്ടിയെടുക്കാം. അപ്പോൾ ഏകദേശം ക്ലേയുടെ അതേ ഒരു ക്വാളിറ്റി കിട്ടും വാൾപുട്ടി. വെള്ളം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് നല്ലൊരു ക്ലേയുടെ പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ചിറകിൻ്റെ അടിസൈഡിലുള്ള ചെറുതായിട്ട് ആ ഒരു ചെറിയ ഡിസൈനിൽ അടിസൈഡും കൂടെ നല്ലോണം കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ കണക്ക് തന്നെ ഇതിൻ്റെ മറുപുറവും കൂടെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏകദേശം 2 സൈഡിലും ചിറകുകൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന പുട്ടി ഉപയോഗിച്ച് നമുക്ക് ആ ചുണ്ടിൻ്റെ ഭാഗം ശകലവും ഒരു കുറച്ചും കൂടെ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി പുട്ടിയെല്ലാം കൂടെ നമുക്ക് എവിടെയെങ്കിലും ഹോൾസോ തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് ഒന്നീ ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ആ ഹോൾസൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നല്ലോണം ഉണങ്ങിയതിന് ശേഷം 220-ൻ്റെ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് നല്ലോണം പേപ്പർ ചെയ്തെടുക്കാം. പുട്ടി ആയതുകൊണ്ട് നമുക്ക് 220-ൻ്റെ പേപ്പറിൻ്റെ ആവശ്യമേ ഇനി വരുന്നുള്ളൂ. ആ ചുണ്ടിൻ്റെ ഭാഗമൊക്കെ നല്ല ഷേപ്പിൽ തന്നെ പേപ്പർ ചെയ്തെടുക്കുക. ആ ചിറകിൻ്റെ ഭാഗം എല്ലാം പേപ്പർ ചെയ്തെടുത്തതിന് ശേഷം അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം കളറിന് വേണ്ടി എടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ കളറാണ്. ആദ്യം ആക്രിലിക്കിൻ്റെ വൈറ്റും അതിൽ കുറച്ച് റെഡും കൂടെ മിക്സ് ചെയ്ത് ആദ്യത്തെ ബേസിക് കോട്ടായിട്ട് നമുക്ക് ഒരു കോട്ട് അടിച്ചു കൊടുക്കാം. ആദ്യത്തെ കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് അതേ പെയിൻറ്റിൽ കളറിൽ തന്നെ ആക്രിലിക്കിൻ്റെ യെല്ലോയും കൂടെ കുറച്ച് മിക്സ് ചെയ്ത് നമ്മൾ ആദ്യം എടുത്ത 2 കളറായ റെഡും വൈറ്റും കൂടെ അതിൽ യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് സെക്കൻഡ് കോട്ടും കൂടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് കോട്ട് ഏകദേശം ഒരു 2 കോട്ട് അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക, രണ്ടാമത്തെ കളർ. അത് കഴിഞ്ഞിട്ട് ആ ചുണ്ടിൻ്റെ ഭാഗം വൈറ്റ് ആക്രിലിക്കും ആ ചുണ്ടിൻ്റെ അടി സൈഡിൽ ബ്ലാക്ക് ആക്രിലിക്കും കൂടെ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ചുണ്ടിൻ്റെ 2 ഭാഗത്തും ആക്രിലിക്കിൻ്റെ കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കണ്ണിൻ്റെ ഭാഗത്ത് ബ്രഷിൻ്റെ അടി സൈഡ് കൊണ്ട് നമുക്ക് അവിടെ ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബ്ലാക്ക് കളറിൻ്റെ അടുപ്പിച്ച് അവിടെ ആക്രിലിക്കിൻ്റെ റെഡ് ഉപയോഗിച്ച് അവിടെയും കൂടെ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാൻ ആ ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പോൾ റെഡ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ചുണ്ടിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കി 2 വരകളും കൂടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ക്ലിയർ വാനിഷും കൂടെ 1-2 കോട്ട് അടിച്ച് കൊടുക്കാൻ നേരത്ത് കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.